വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ ഇതാ നമ്മുടെ 3ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമ്മുടെ പരീക്ഷയാണ്. അപ്പൊ ഇന്ന് മിസ് ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ EVS ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആ വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് വിത്ത് ദ യൂസസ് ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജലത്തിന്റെ എന്താണ് ഉപയോഗങ്ങൾ നമുക്കറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന പദസൂര്യൻ നമ്മൾ പൂർത്തിയാക്കണം. ദാ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം അല്ലെ. സെൻട്രലിൽ വാട്ടർ ജലമാണുള്ളത്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് മൃഗങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നു. ആനിമൽസ് ബാത്ത് ഇൻ വാട്ടർ അല്ലെ. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി നമുക്ക് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാം, എഴുതി ചേർക്കാം. അപ്പൊ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ വെള്ളം വേണം അല്ലെ. അപ്പൊ കുടിക്കാൻ എന്താണ്, നമുക്ക് വെള്ളം ആവശ്യമാണ്. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് എഴുതാം, ഡ്രിങ്കിങ് അല്ലെ. ഡ്രിങ്കിങ് അല്ലെ. ഫോർ ഡ്രിങ്കിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം നമുക്കറിയാം, നമുക്ക് എന്താണ്, കുക്ക് ചെയ്യാനായിട്ട് വെള്ളം ആവശ്യമാണ് അല്ലേടാ. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പൊ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആഹാരം പാകം ചെയ്യാനും നമുക്ക് എന്ത് വേണോടാ, ആഹാരം പാകം ചെയ്യാൻ അല്ലെ നമുക്ക് ജലം ആവശ്യമാണ്. ഇനി നമുക്ക് മാത്രം മതിയോ, ചെടികൾക്ക് എന്ത് വേണം, വെള്ളം വേണം അല്ലെ. അപ്പൊ ചെടി നനയ്ക്കാനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വെള്ളം ഉപയോഗിക്കാറുണ്ട് അല്ലെ. ചെടി നനയ്ക്കാൻ അല്ലെ, വാട്ടറിങ് പ്ലാന്റ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം. ഓക്കെ, ഇനി എന്ത് എഴുതാൻ പറ്റും നമുക്ക്, നമ്മുടെ ഈ വസ്ത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കഴുകി ഇടാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, വാഷിംഗ് അല്ലെ. വാഷിംഗ് ക്ലോത്ത്സ് നമുക്ക് പറയാം. ക്ലോത്ത്സ് തന്നെ ഒന്നും വേണമെന്നില്ല. നമ്മൾ എന്താണ്, നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കഴുകാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഏത് വേണമെങ്കിലും മക്കൾക്ക് എഴുതാം. മിസ് ഇവിടെ എഴുതിയത് വസ്ത്രം കഴുകാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, ഒരു ഉത്തരവാണ്. റെഡി. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പദസൂര്യൻ നമ്മൾ പൂർത്തിയാക്കേണ്ടത്. അടുത്തൊരു ചോദ്യം ഉണ്ട്, ഇതാ നോക്കിയോ. എന്താണ്, ദിശ കളക്ടഡ് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ ഫ്രം ഹെർ ഗാർഡൻ. ബബിൾസ് കെയിം ഔട്ട് വെൻ ഷീ പുട്ട് ഇറ്റ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. വൈ അല്ലെ. ദിശ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിന്റെ വളപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് ഉണങ്ങിയ മണ്ണെടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇട്ട് നോക്കുവാണ്. അപ്പൊ എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്, ബബിൾസ് കെയിം ഔട്ട് അല്ലെ. എന്താണ്, കുമിളകള്, ചെറിയ ചെറിയ കുമിളകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പുറത്തേക്ക് വരാൻ തുടങ്ങി. എവിടുന്നാണിത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം എന്ന്. അപ്പൊ ഇതുപോലെയുള്ള ഒരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണം നമ്മളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എയർ ഇൻ സോയിൽ അല്ലെ. നമ്മുടെ മണ്ണില് വായുവിന്റെ സാന്നിധ്യമാണ് ഇത് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അല്ലെ. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എന്താണ്, എയർ ഇൻ സോയിൽ. തെറ്റിക്കരുതേ മക്കള്. എന്താ നമ്മൾ എഴുതിയത്, മണ്ണിൽ എന്തിന്റെ സാന്നിധ്യമാണ്, വായുവിന്റെ സാന്നിധ്യം അല്ലെ. മണ്ണിലെ വായുവിന്റെ സാന്നിധ്യമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്, കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എയർ ഇൻ സോയിൽ അല്ലെ, മണ്ണിലെ വായുവിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്, നോക്കിക്കോളൂ. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ബിലോ സോയിൽ ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് മോഡൽസ് അല്ലെ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരുപാട് രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏത് തരത്തിലുള്ള മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലേ, കളിമണ്ണാണോ, സാൻഡ്, മണലാണോ എന്നാ ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. ക്ലേ ആണ് നമ്മുടെ ഉത്തരം. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ തരത്തിലുള്ള രൂപങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ഇതേപോലെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കാണണം. സൂപ്പർ ആയിട്ട് തന്നെ നമുക്ക് എക്സാം എഴുതണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. വീണ്ടും കാണാടാ. ബൈ.